സംസ്ഥാനത്ത് കനത്ത മഴ. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ റെഡ് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കാസർഗോഡ് തേജസ്വിനി പുഴ കരകവിഞ്ഞു. ശക്തമായ കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ ഇന്ന് അവധി. കൊല്ലം ഇരവിപുരത്ത് ട്രാക്കിൽ മരം വീണത് മാറ്റിയെങ്കിലും ട്രെയിനുകൾ വൈകി ഓടുന്നു. വേണാട് എക്സ്പ്രസ് 2.25 മണിക്കൂർ വൈകി 7:30-ക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും. നേത്രാവതി എക്സ്പ്രസ് 1.25 മണിക്കൂർ വൈകും. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 9 മണിക്കൂർ വൈകി ഓടുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ശക്തമായ ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രയേലും. ഇറാനിൽ 400-ലേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇറാനിയൻ സൈനിക താവളങ്ങൾ തകർത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇസ്രയേൽ. ടെലവീവും ജെറുസലേമും അടക്കമുള്ള നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ജനങ്ങളോട് ബങ്കറുകളിൽ തുടരാൻ നിർദ്ദേശം. ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി മാറ്റുന്നു. നിലമ്പൂരിൽ നാളെ കൊട്ടിക്കലാശം. അവസാന മണിക്കൂറുകളിൽ പൊരിഞ്ഞ പ്രചാരണം. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ നൽകിയ ആവേശത്തിൽ UDF. മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങളിലെ ജനപങ്കാളിത്തം ഇടത് ക്യാമ്പിന് പ്രതീക്ഷ. യൂസഫ് പഠാനെ കളത്തിലിറക്കി സജീവമായി PV അൻവർ. സംസ്ഥാനത്ത് പുതുക്കിയ സ്കൂൾ പ്രവൃത്തി സമയം ഇന്നു മുതൽ 8 മുതൽ 10 വരെയുള്ള ക്ലാസുകൾ രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ. പുതുക്കിയ സമയക്രമം നടപ്പാക്കുന്നത് മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. കോവിഡ് വ്യാപനമേറുന്നതിൽ ആശങ്ക. രാജ്യത്ത് 24 മണിക്കൂറിനിടെ മരിച്ച 10 പേരിൽ 5 പേരും കേരളത്തിൽ. സംസ്ഥാനത്ത് 2007 ആക്റ്റീവ് കേസുകൾ. ഇന്നലെ മാത്രം ചികിത്സ തേടിയത് 102 പേർ. തിരുവനന്തപുരം വെള്ളറടയിൽ കൊല്ലപ്പെട്ട പ്രിയംവദയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. 2 അയൽവാസികൾ പിടിയിൽ. ദുരൂഹത നീക്കാൻ പോലീസ്.